നമസ്കാരം, ഞാൻ ഡോക്ടർ സമീറ ഹക്കീം, പൊയ്യാനി ഹോസ്പിറ്റൽ പുനലൂർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പനിയുടെ സീസണാണ്. എല്ലാവർക്കും പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന. നമുക്ക് പനിയും പനിയുടെ ലക്ഷണങ്ങളും പ്രഗ്നൻസി പീരീഡിൽ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, കുഞ്ഞിനെയും അമ്മയ്ക്കും എന്തെല്ലാം അപകട സാധ്യതകളാണ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. പ്രഗ്നൻസി സമയത്ത്, ഗർഭകാല സമയത്ത് അമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് ഗർഭസമയം. നമുക്ക് ഇപ്പൊ അറിയാം, എല്ലാവരും പഠനത്തിനായിട്ടും പല കാര്യങ്ങളായിട്ടും പ്രഗ്നൻസി ലേറ്റർ സ്റ്റേജിലോട്ടാണ് മാറ്റിവെക്കുന്നത്. അതായത് മുന്നെയൊക്കെ 24 വയസ്സിലൊക്കെ നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞിനെ ഗർഭാവസ്ഥയിലോട്ട് സ്വീകരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. മിക്ക സ്ത്രീകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏജിലായിരിക്കും മിക്കവാറും കൺസീവ് ആകുന്നതും. അവരുടെ കരിയറും ലൈഫൊക്കെ സെറ്റിൽ ആയിട്ടായിരിക്കും കൺസീവ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ പനിയുടെ ഒരു തീവ്രത ഗർഭിണികളിൽ ഒരുപാട് ബാധിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗർഭാവസ്ഥയുടെ ഏത് സമയത്താണ് നമുക്ക് പനി വരുന്നത് അതനുസരിച്ചായിട്ടായിരിക്കും അതിന്റെ തീവ്രത കുഞ്ഞിനെയും അമ്മയെയും ബാധിക്കുന്നത്. ആദ്യത്തെ ട്രൈമസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസം കഴിവതും പനി വരാതെ സൂക്ഷിക്കേണ്ടതാണ്. കാര്യം ആദ്യത്തെ 3 മാസത്തിൽ എന്ത് പനി വന്നാലും കുഞ്ഞിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള അപകട സാധ്യത കൂടുതലാണ്. അതായത് നമുക്ക് മീസിൽസ്, റൂബെല്ല അതുപോലുള്ള പനികൾ, ചിക്കൻ പോക്സ് അതുപോലുള്ള പനികൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് അത് ഒത്തിരി ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കാൻ, ഭാവിയിൽ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. പിന്നെ അവസാന ഘട്ടത്തിലോട്ടാണ്, പ്രഗ്നൻസിയുടെ ലേറ്റർ സ്റ്റേജിലോട്ടാണ് പനി വരുന്നതെങ്കിൽ അന്നേരം പ്രീടേം ബർത്ത് അതുപോലെ ലോ ബർത്ത് വെയിറ്റ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പനി വരുന്ന ഗർഭിണി സ്ത്രീകൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ചെറിയ തൊണ്ടവേദന, പനി അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർക്ക് വീട്ടിൽ ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെ റെസ്റ്റ് എടുക്കുക, കഴിവതും പുറത്ത് പോകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് പാരസെറ്റമോൾ, ഡോളോ ടാബ്ലറ്റ് അലർജി ഇല്ലാത്ത ആൾക്കാർക്ക് ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ദിവസത്തിലേറെ പനി നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി ഫാരൻഹീറ്റ്, ഒരു തെർമോമീറ്റർ നമുക്ക് വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്, 100 ഡിഗ്രി ഫാരൻഹീറ്റ് അതിൽ കാണിക്കുന്നു. അപ്പോൾ ആ ടെമ്പറേച്ചർ നമ്മളൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടും അത് തന്നെ കാണിക്കുന്നു. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അസഹനീയമായ തലവേദന, തൊണ്ടവേദന, കണ്ണിന് ചുറ്റും വേദന, പിന്നെ ജന്നി പോലെ വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ദേഹത്ത് ചുമന്ന പാടുകൾ വരിക. ഇപ്പം ലേറ്റർ സ്റ്റേജ്, ഇപ്പം 3ാമത്തെ ട്രൈമസ്റ്ററിലുള്ള പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ കുഞ്ഞിന്റെ അനക്കം കുറയുക, അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറിനെ കാണേണ്ടതാണ്. പിന്നെ ശ്വാസം മുട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഉടനെ തന്നെ ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും. പ്രഗ്നന്റ് ലേഡീസ് കഴിവതും വീട്ടിൽ തന്നെ തങ്ങുക, അനാവശ്യമായ പരിപാടിയിലൊന്നും പോവാതിരിക്കുക. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ സ്ത്രീകളും പഠനത്തിനും ജോലിക്കുമായിട്ട് പുറത്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുക. തിരിച്ച് വീട്ടിൽ വന്നാൽ തന്നെ അതുപോലെ എപ്പോഴായാലും കൈ സാനിറ്റൈസ് ചെയ്ത് വാഷ് ചെയ്യുക. നമ്മൾ പണ്ട് കോവിഡ് സമയത്ത് എടുത്ത അതേ കരുതലുകൾ തന്നെ ഇപ്പോഴും തുടരുക. അതായത് നമുക്ക് ഇപ്പോഴും കോവിഡ് സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ്. പിന്നെ ചെറിയ അപകട സാധ്യതകൾ എന്തെങ്കിലും കണ്ടാൽ തന്നെ പെട്ടെന്ന് ഡോക്ടറിനെ സമീപിക്കുക. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ കുഞ്ഞിന് ബർത്ത് ഡിഫക്ട്സ് കൂടുതലാവാം. ലാസ്റ്റ് ട്രൈമസ്റ്ററിലോട്ട് ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ അനക്കം പെട്ടെന്ന് ഇല്ലാതാകാം. അങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ട് വന്നാലും പെട്ടെന്ന് ഡോക്ടറിനെ കാണും. ഡെങ്കു ഫീവർ എന്ന് പറയുമ്പോൾ അതൊരു വൈറൽ ഫീവർ ആണ്. ഫ്ലാവി വൈറസ് കൊണ്ടുണ്ടാവുന്നതാണ്. ഏഡിസ് മസ്കിറ്റോ പരത്തുന്ന ഒരു പനിയാണ് ഡെങ്കു ഫീവർ. ഈ അവർക്ക് പനി വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പനിയോടൊപ്പം തന്നെ ദേഹത്ത് ചുമന്ന പാടുകൾ, നല്ല തലവേദന, ജലദോഷം,
അതുപോലെ തൊണ്ടവേദന, ഈ ലക്ഷണങ്ങളായിട്ടായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ പനിയുടെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ബ്ലഡിന്റെ കൗണ്ട് നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ കൗണ്ട് ഒന്ന് കുറഞ്ഞിരിക്കും. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആദ്യം കുറയണമെന്നില്ല. ഡെങ്കു NS1 എന്ന് പറഞ്ഞ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ഡേ 3 ആവുമ്പോഴായിരിക്കും പോസിറ്റീവ് ആവുന്നത്. ഡേ 5 ആവുമ്പോഴത്തേക്ക് IgM ആന്റിബോഡി പോസിറ്റീവ് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഡെങ്കു ഫീവറിന്റെ ആദ്യത്തെ സ്റ്റേജിൽ കുഞ്ഞിനും അമ്മയ്ക്കും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വരാറില്ല. പക്ഷെ സെക്കൻഡ് സ്റ്റേജ് കുറച്ചുകൂടെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ടോട്ടൽ കൗണ്ടും ക്രമാതീതമായി കുറയുന്നതും കാണാം. ആദ്യത്തെ സ്റ്റേജ് നല്ല കറക്റ്റ് ആയിട്ട് നോക്കിയില്ല എങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും മദറിൽ സിവിയർ ഷോക്ക് സിൻഡ്രോമിലോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ പനിയോടൊപ്പം ഈ റാഷ് അങ്ങനെയുള്ള പനി വരുന്ന സ്ത്രീകൾ ഡോക്ടറിനെ കാണുന്നത് വളരെ നല്ലതാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പനിയോടൊപ്പം റാഷസ് ഉള്ള പനി, അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പനി, ദേഹം നല്ല വേദനയുള്ള പനി, അങ്ങനെയൊക്കെ ഉള്ള പനികളുള്ള സ്ത്രീകൾ ഡോക്ടറിനെ കാണുന്നത് വളരെ നിർബന്ധമാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക്, അതായത് നമ്മൾ എല്ലാ പനികളും നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂമോണിയ, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, പിന്നെ നമ്മുടെ ഡെങ്കു ഫീവർ, കോവിഡ് അങ്ങനെ ആകണമെന്നില്ല. മിക്ക സ്ത്രീകളിലും അതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആകാം. അപ്പം നമുക്കറിയാം ഗർഭപാത്രവും ബ്ലാഡറും വളരെ അടുത്തായിട്ടുള്ള അവയവങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഇതിൽ വരുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും കൂടുതൽ ലേറ്റ് ട്രൈമസ്റ്ററിലും നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. അങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിലും പനിയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പനിയോടൊപ്പം തന്നെ അടിവയറ് വേദന, അതുപോലെ മൂത്രം ചുടിച്ചില് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ പേഷ്യന്റ് ഡീഹൈഡ്രേറ്റഡ് ആവാതെ വെള്ളം കുടിക്കുക. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ഡോക്ടറിനെ സമീപിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കുക, ആവശ്യമായ മരുന്നുകൾ എടുക്കുക. പിന്നെ നമ്മൾ ലേറ്റർ സ്റ്റേജിലോട്ട് വരുമ്പോൾ തേർഡ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻ അത് കാണാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് അന്നേരം ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അതിനും പനിയും അടിവയറ് വേദന അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും സ്ത്രീകൾ ചിലപ്പോൾ വരാറുള്ളത്. അങ്ങനെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ സാരമായി ബാധിക്കും. അങ്ങനെയുള്ളപ്പോഴും ഡോക്ടറിനെ കാണേണ്ടതാണ്. ഗർഭിണി സ്ത്രീകൾക്ക് എന്തെങ്കിലും പനിയായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കിവിടെ പൊയ്യാനി ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ 3 ഗൈനക്കോളജിസ്റ്റ് ആണുള്ളത്. ഞാനും ഡോക്ടർ അഞ്ജന മാഡവും ഡോക്ടർ ചന്ദ്രിക മാഡവും. ഞങ്ങൾ 24 hours സുസജ്ജമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഗർഭാശയ മുഴകള്, ഓവറിൽ അണ്ഡാശയ മുഴകള്, അതുപോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. പ്രഗ്നൻസിയെ പറ്റിയും ഗൈനക് സംബന്ധമായ കാര്യങ്ങളും ഇനിയും നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും താങ്ക് യു.